നമുക്കിന്ന് പെൺകുട്ടികൾക്ക് പേടിയാ. ഞാൻ ഒരു എന്താ പറയാ, ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി അതിന്റെ, അതായത് ഒരു യാഥാസ്ഥിക കുടുംബമാണ്. ഫാഷൻ ആവാൻ സമ്മതിക്കൂല, ലിപ്സ്റ്റിക് ഇടാൻ സമ്മതിക്കൂല, പെൺകുട്ടികളുടെ പരാതികളാണ്. അപ്പം എന്താ പറയാ, ഒരു ഫ്രീഡം ഇല്ല, ഇസ്ലാം ഫ്രീഡം ഇല്ല. അതാണ് വാദം. എന്തുകൊണ്ടാണ് റബ്ബ് നമ്മളോട് ഇത് ചെയ്യരുതെന്ന് കൽപ്പിച്ചത്? ഇതിനെ കുറിച്ച് ആലോചിക്കണില്ല. റെസ്ട്രിക്ഷൻ, ഇസ്ലാമിന് ഫുള്ള് റെസ്ട്രിക്ഷൻ ആണ്, ഒക്കെ ഹറാമാണ്, എന്ത് ചെയ്താലും ഹറാമാണ്. പക്ഷെ ചിന്തിക്കണില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാവും. ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെ തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാല് എത്ര കണ്ണ് നമ്മളെ ചുറ്റും നമ്മൾ നോക്കും, എത്ര കമന്റ് കേൾക്കും. എന്തിനാണ് നമ്മുടെ ശരീരം നമ്മൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും കൊത്തിവരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്? പക്ഷെ നമ്മുടെ പെൺകുട്ടികള്, ഞാൻ അടങ്ങുന്നതാട്ടോ പറയണത്, ഫാഷനാണ്. എല്ലാരും നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീന്റെ ടെൻഡൻസി അങ്ങനെയാണ്, സ്ത്രീന്റെ മൈൻഡ് അള്ളാഹു പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പ്രദർശിക്കപ്പെടാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. ആണ് ആഗ്രഹിക്കുന്നത് എന്താ? നോക്കാനാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആണിനോട് പറഞ്ഞത് കണ്ണുകൾ താഴ്ത്താന്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണമെന്ന്. പെണ്ണിനോട് പറഞ്ഞ് ഈ ഹിജാബ് ധരിക്കണമെന്ന്. അതെന്താ? പെണ്ണ് ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രദർശിപ്പിക്കാനുള്ള ആഗ്രഹത്തിന്റെ മേലെയാണ് അവൾ ഹിജാബ് ധരിക്കുന്നത്. അതായത് എന്റെ ശരീരം അത് നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, അത് അർഹതപ്പെട്ട ആൾക്ക് മാത്രം കാണാനുള്ളതാണ്. അത് ഞാൻ കവർ ചെയ്യും. അതാണ് പെണ്ണ് ഹിജാബ് ഇവിടെ പറയുന്നത്.